ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് വലിയ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കാണുമ്പോൾ, ചില അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ഇത് എൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കാണുക. അപ്പോൾ തന്നെ ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് അനുഗ്രഹമായി തീർന്ന 6ഓളം വ്യക്തികളാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. കർത്താവെ, ഹരിപ്പാടിൽ നിന്നുള്ള സോണിയ വർഗീസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഇന്ന് ആ മകളുടെ ബർത്ത്ഡേ ആണല്ലോ, അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. സ്വന്തമായൊരു ഭവനം കൊച്ചിയിലുണ്ടാകുവാൻ അവരുടെ മകൾ സേറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ ഭർത്താവ് സോജിക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അങ്ങ് പകരണമേ. ഓസ്ട്രേലിയ മെൽബണിൽ നിന്നുള്ള കർത്താവ് ജേക്കബ് ആൻഡ് സുബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ മകൻ നോയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, എല്ലാവിധമായ ഭയത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാകട്ടെ കർത്താവെ, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, മുഴു കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അതുപോലെ ഒറ്റപ്പാലത്ത് നിന്നുള്ള നിശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് വിദേശ രാജ്യത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ, മനോഹരമായൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള വാവാച്ചി സുനിൽ ആൻഡ് റാണി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതുപോലെ വാവാച്ചി സുനിലൊരു കുഞ്ഞുണ്ടാകുവാനായിട്ട് കർത്താവെ, അതുപോലെ റാണിക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണർ ഉണ്ടാകുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഫരീദാബാദിൽ നിന്നുള്ള ശ്രീജിത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എപ്പിലെപ്സിയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കർത്താവ്, ഈ സമയത്ത് 18 വർഷമായ രോഗം മാറിപ്പോകട്ടെ, വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ കർത്താവെ. അപ്പോൾ തന്നെ കർത്താവ്, തിരുവനന്തപുരത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സമാധാനപരമായൊരു ജീവിതം ഉണ്ടാകുവാനായിട്ടും അതുപോലെ മകൻ്റെ വിദ്യാഭ്യാസം ഏറ്റവും വിജയപ്രദമായി പൂർത്തിയാക്കുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവരെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേയുടെ പിന്നിൽ പ്രവർത്തിച്ചവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. നവംബർ 10 ചൊവ്വാഴ്ച, SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 0484 422 171. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മാവേലിക്കര, ഒക്ടോബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അമരവിള, ഒക്ടോബർ 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, അമരവിള ചെക്ക് പോസ്റ്റിന് സമീപം, അമരവിള. അപ്പച്ചൻ പറഞ്ഞത്, അപ്പച്ചൻ്റെ മകന് 26 വയസ്സായ സമയം മുതൽ, ഇപ്പോൾ 33 വയസ്സ് കഴിഞ്ഞു, 26 വയസ്സ് മുതൽ കല്യാണത്തിനുള്ള കാര്യങ്ങൾ ഇവരെപ്പോഴും പറയുമായിരുന്നു, കല്യാണം കഴിക്കണം എന്ന് പറയും. ആ സമയം തുടങ്ങി ഈ മകൻ എപ്പോഴും പറയും, എനിക്ക് കല്യാണം വേണ്ട. ഓക്കെ, എപ്പോൾ പറഞ്ഞാലും കല്യാണം വേണ്ട എന്ന് പറയും. ഇവരതിന് ശേഷം ചെയ്ത് പല നല്ല പ്രപ്പോസലുകളും നല്ല കൊള്ളാവുന്ന കുട്ടികളുടെ ഫോട്ടോ ഒക്കെ കാണിച്ച് പല രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്തിട്ടും ഈ മകൻ എന്ത് ചെയ്ത കല്യാണത്തിന് മനസ്സ് മാറുന്നില്ല. 4 വർഷങ്ങൾക്ക് മുൻപ് ഈ മകൻ വേറൊരു രീതിയിലൊരു പ്ലാൻ കൊണ്ടുവന്നു. മകൻ പറഞ്ഞു, ഈ കല്യാണം ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടി മകൻ പറഞ്ഞു, എനിക്ക് തമിഴ് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി മതി. അതിനുശേഷം ഈ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി. വിവാഹാലോചനയുടെ പീഡനം സഹിക്കാനാവാതെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 വർഷം മുമ്പ് പോയി. ബ്രദറിന്റെ ഇടയ്ക്ക് ഇവിടെ ലാസ്റ്റ് 2014 ലാസ്റ്റ് മാസത്തിൽ ഇവിടെ
മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ആ കാര്യം പറഞ്ഞ് ബ്രദറിൻ്റെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു. ഈ പിതാവ് പറയുന്നത് അതിനുശേഷം മകൻ മനസ്സ് മാറി വീട്ടിൽ വന്നു, വിവാഹത്തിന് സമ്മതിച്ചു. വലിയൊരു അത്ഭുതം നടന്നത് ഈ കഴിഞ്ഞ മെയ് മാസത്തോട് ബന്ധപ്പെട്ടാണ് ഇവര് ഡേറ്റ് എല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. ഇവർക്ക് ഈ ബാംഗ്ലൂർ ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ഇവർക്ക് ഒരു ഹോളും കിട്ടിയില്ല. അവസാനം ഈ കല്യാണം നടക്കാൻ ഇവർക്ക് ഹോള് കിട്ടിയത് ഇവിടെയാ. ബ്രദറും സിസ്റ്ററും പ്രാർത്ഥിച്ചു. ലാസ്റ്റ് മന്ത് ഇതേമേറ്റി മോന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. 2015 നടക്കുമെന്ന് എന്നോട് പറഞ്ഞു. അതേമാതിരി 2014 ലാസ്റ്റ് മന്ത് അവൻ കല്യാണത്തിന് സമ്മതിച്ചു. 2015 23 ബാംഗ്ലൂരിൽ എങ്ങും ഒരു സത്രവും ഇല്ല. ഈ സത്രം മാത്രം കാലിയായിട്ട് കിടന്നു. ഇവിടെ വെച്ച് അവന് മാരേജും നടന്നു. എവിടെ വെച്ച് പ്രാർത്ഥിച്ചോ അതേ ഹോളിൽ തന്നെ വിവാഹം നടന്നു. അത് മാത്രമല്ല, ഈ പിതാവിൻ്റെ മകളുടെ മകൻ പേരക്കുട്ടിക്ക് 4 വയസ്സേ ഉള്ളൂ. കുട്ടിക്ക് ഡെങ്കിപ്പനി വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വളരെ സിവിയറായിട്ടാണ് കൊണ്ടുപോയത്. ഡോക്ടർ പറഞ്ഞു ഇത് ഡെങ്കു ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ വന്ന ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നിട്ട് ഈ പേരക്കുട്ടിയുടെ ഇതിനു വേണ്ടി കൂടെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡെങ്കു ഇല്ല, അത് നെഗറ്റീവ് ആയിരുന്നു. ബ്ലഡ്, യൂറിൻ, കൾച്ചർ എല്ലാം ചെക്ക് ചെയ്ത് അവർ പറഞ്ഞു 48 hours ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം 42 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നത് കംപ്ലീറ്റ് എല്ലാം നോർമൽ എന്ന് പറഞ്ഞുകൊണ്ട്. അത് മാത്രമല്ല, ഒരു സാക്ഷ്യം കൂടി ഉള്ളത്. നിങ്ങളുടെ ബോസ് ചെന്നൈയിലാണ്. ബോസിന്റെ അമ്മയ്ക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഏകദേശം 2 വർഷത്തോളം അതിനവര് പല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും യാതൊരു കുറവും വന്നിരുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്ലഡ് ആണ് ഇങ്ങനെ ഛർദിയിലൂടെ കഫത്തിലൂടെ എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഈ പിതാവ് ചെന്നിട്ട് ബോസിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, ഇങ്ങനെ ഒരു ബ്രദറാണ് അതിൽ പ്രസംഗിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, യേശുവിന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ ഒരു ബോസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അവർ ചെയ്തത്, അവര് പ്രാർത്ഥനാ വിഷയം എഴുതി ഈ അങ്കിളിന്റെ കയ്യിൽ കൊടുത്തിട്ട് അങ്കിൾ അത് എറണാകുളത്തേക്ക് നമ്മുടെ കോൾ സെന്ററിലേക്ക്, നമ്മുടെ അഡ്രസ്സിലേക്ക് അത് അയച്ചു കൊടുത്തു. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അത് അയച്ചു കൊടുത്തു. ഈ അങ്കിൾ പറയുന്നത്, ഇവർ അതിനുശേഷം അമ്മയെ എറണാകുളത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മയെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഈ കഫത്തിലൂടെ ബ്ലഡ് പോകുന്നത് കുറഞ്ഞു. ആദ്യം ചെക്ക് ചെയ്തപ്പോൾ ആദ്യം കുറഞ്ഞു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പിന്നെ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബോസ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആ ഒരു ചെക്കപ്പിന് ശേഷം അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അസുഖം പൂർണ്ണമായും സൗഖ്യമായി. 82 വയസ്സോളം ഉണ്ട് അമ്മയ്ക്ക്. 82 വയസ്സുള്ള അമ്മയുടെ കാര്യമാണ് പറഞ്ഞ്. പരിപൂർണമായിട്ട് സൗഖ്യമായി. ആ പിതാവിന്റെ കയ്യിലിരിക്കുന്നത് ആ ബോസ് എഴുതി കൊടുത്ത ഒരു നന്ദിയുടെ ലെറ്ററാണ്. ബോസ് എഴുതിയ നന്ദിയുടെ ലെറ്ററാണ്. യേശുവിന് ഞാൻ താങ്ക്സ് പറയണം, യേശുവിൻ്റെ അടുക്ക് ഞാൻ സാക്ഷി പറയണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നത്, മിനിഞ്ഞാന്ന് അവർ ഈ ലെറ്റർ എഴുതി തന്നത്. അവർ മിനിഞ്ഞാന്ന് ഈ എഴുതി തന്നതിന് ശേഷം അവർ USA പോയി. തിരിച്ചിനി അവർ 15 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇതേമാതിരി അവിടെ കൊടുത്തിട്ട് ഞാൻ സാക്ഷി പറഞ്ഞെങ്കിൽ എനിക്ക് സമാധാനമുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ആ ലെറ്റർ അവർ എഴുതി തന്നതാണ്. അവർ കംപ്ലീറ്റ് അമ്മയ്ക്ക്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവിക അനുഗ്രഹങ്ങളാൽ കർത്താവ് ഈ കരങ്ങൾ ഉയർത്തിയവരെയും അങ്ങ് നിറയ്ക്കണമേ. വിടുതലുകൾ നൽകണമേ, രോഗസൗഖ്യങ്ങൾ നൽകണമേ. വിവാഹങ്ങൾ നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവാഹത്തിന് വഴങ്ങാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ശരിയായ ജീവിത പങ്കാളികളുമായി അവർ ചേരേണ്ടതിന് മാതാപിതാക്കളുടെ അകത്തുള്ള വേദനകൾ പിരിമുറുക്കം മാറുവാൻ ആ കുടുംബങ്ങളിലും അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പേര് അമീഷ്. കഴിഞ്ഞ ഏപ്രിൽ മാസം ബ്ലെസ്സിംഗ് ടുഡേ നടത്തിയ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസിലെ ഒരു ഭാഗമായി പങ്കെടുക്കുവാൻ എനിക്കും സാധിച്ചിരുന്നു. അന്ന് ബ്രദർ ഡാമിയൻ നൽകിയ വളരെ പവർഫുള്ളായൊരു മെസ്സേജായിരുന്നു ഐഡൻറ്റിറ്റിയെ കുറിച്ച്. അതിൽ 5 ചോദ്യങ്ങൾ ബ്രദർ ഡാമിയൻ നമ്മൾക്ക് തന്നിരുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഹു ഐ ആം, ആരാണ് ഞാൻ? വേർ ഐ ആം കമ്മിങ് ഫ്രം, എവിടെ നിന്ന് ഞാൻ വരുന്നു? ഉത്തരവും അന്ന് അവിടെ നൽകിയിരുന്നു. പക്ഷേ ആ ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ നല്ല രീതിയിൽ സ്പർശിച്ചു. കാരണം ആരാണ് ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനാണ് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കാരണം ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചേക്കുക. ദൈവത്തിന് എൻ്റെ മേൽ വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റാൻ വേണ്ടി ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചേക്കുക. എൻ്റെ ജീവിതത്തിൽ ഈ മെസ്സേജിലൂടെ വലിയൊരു മാറ്റമാണ് വന്നത്. കാരണം എനിക്ക് ഈ എപ്പിസോഡ് കാണാൻ പോകുന്ന എല്ലാ യുവാക്കന്മാരോടും പറയാനുള്ളത്, എല്ലാ ദിവസവും മുടങ്ങാതെ ബ്ലെസ്സിംഗ് ടുഡേ എന്ന പ്രോഗ്രാം കാണണം.
അത് വളരെ വ്യത്യാസങ്ങൾ നമ്മളിൽ വരുത്തുവാനുള്ള ഒരു പ്രോഗ്രാമാണ്. ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവസ്നേഹം തിരിച്ചറിയുവാനും പ്രാർത്ഥനാ ജീവിതം തുടങ്ങുവാനും ദൈവം നിങ്ങളെയും സഹായിക്കും. കഴിഞ്ഞ ഏപ്രിൽ മാസം ബ്രദർ ഡാമിയൻ ടീൻസ് ആൻഡ് യൂത്ത് ക്യാമ്പിൽ നൽകിയ ആദ്യ ദിവസത്തിലെ സന്ദേശത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്കാണ് ഇനി നാം പോകുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച, ബ്രദർ ഡാമിയൻ ചില ചോദ്യങ്ങൾ ആ സന്ദേശത്തിനിടയ്ക്ക് ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ബൈബിൾ അടിസ്ഥാനത്തിലുള്ള ഉത്തരങ്ങളാണ് ഇനിയുള്ള സമയത്ത് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്നത്തെ സന്ദേശം നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം കേട്ട് അനുഗ്രഹം പ്രാപിക്കുക. All of us sitting in this conference, we are beautiful creation of God. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടികളാണ്. And we are called the children of God. മാത്രമല്ല നമ്മൾ എല്ലാവരും ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ടവരാണ്. If you study the Bible, നമ്മൾ ബൈബിൾ പഠിച്ചാൽ Jesus declared so many things about his identity. കർത്താവ് യേശു തന്നെക്കുറിച്ച്, തന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. He said, അവൻ പറഞ്ഞു, I am the true vine. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. Jesus said, യേശു പറഞ്ഞു, I am the bread of life. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. Jesus said, യേശു പറഞ്ഞു, I am the good shepherd. ഞാൻ നല്ല ഇടയനാകുന്നു. I am the door of the shepherds. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. Jesus said, യേശു പറഞ്ഞു, I am the way. ഞാൻ വഴിയാകുന്നു. Jesus said, യേശു പറഞ്ഞു, I am truth. ഞാൻ സത്യമാകുന്നു. And Jesus said, I am the life. ഞാൻ ജീവനാകുന്നു. So Jesus was very clear about his identity. യേശു തന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവനായിരുന്നു. Hello. ഹലോ. So in this conference, this is what we should have in our life. ഈ കോൺഫറൻസിൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട ഒരു കാര്യം. Jesus, more than all these declarations, he knew one thing, that he was the Son of the living God. ഇതിനെല്ലാത്തിനേക്കാൾ ഉപരിയായി യേശുവിന് ഒരു കാര്യം അറിയാമായിരുന്നു, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. Hallelujah. ഹല്ലേലൂയ. So that is what we should also confess tonight. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് പ്രഖ്യാപിക്കേണ്ടത്. Now the second question, where am I from? രണ്ടാമത്തെ ചോദ്യം, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? About his origin. അത് നിങ്ങളുടെ ആരംഭത്തെക്കുറിച്ച്. In the Gospels, in the Gospel of John, Jesus said, I am from above. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നിരിക്കുന്നു. That means I have come from my heavenly Father. ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിൽ നിന്ന് വന്നിരിക്കുന്നു. How many of you can say, I have not come from this place or that place, this village or that city, but I am coming from my Creator, my Heavenly Father. ഞാൻ ഇന്ന പട്ടണത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ന ഗ്രാമത്തിൽ നിന്നുമല്ല ഞാൻ വരുന്നത് എന്നെ സൃഷ്ടിച്ച എൻ്റെ സ്വർഗീയ പിതാവിൽ നിന്നാണ് ഞാൻ വരുന്നത്. എത്ര പേരത് പറയും? That speaks about your origin. അത് നിങ്ങളുടെ ആരംഭത്തെക്കുറിച്ച് പറയും. What is your identity? എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി? What is your identity? എന്താണ് നിങ്ങളുടെ ഐഡന്റിറ്റി? പറയൂ. Shout, I am a child of God. Come on. I am a child of God. So what is your purpose? What is your origin? That is the next one. What is your origin? 2, എന്താണ് നിങ്ങളുടെ ആരംഭം? Where are you from? നിങ്ങൾ എവിടെ നിന്ന് വരുന്നേ? I am coming from my Father. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് വരുന്നു. Then the third question, what is the third question? എന്താണ് മൂന്നാമത്തേത്? Why am I here? ഞാൻ എന്തിനിവിടെ ആയിരിക്കുന്നു? That shows your purpose. അത് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ കാണിക്കുന്നു. Now, Jesus said, I have come to seek and save the lost. യേശു പറഞ്ഞു, ഞാൻ നഷ്ടപ്പെട്ടവരെ അന്വേഷിച്ച് രക്ഷിക്കുവാൻ വന്നിരിക്കുന്നു. Jesus had a purpose in his life. യേശുവിന് തന്റെ ജീവിതത്തിൽ ഒരു He ലക്ഷ്യമുണ്ടായിരുന്നു. had a mission in his life. തന്റെ ജീവിതത്തിൽ ഒരു ദൗത്യമുണ്ടായിരുന്നു. Boys and girls, look at me. ചെറുപ്പക്കാരെ എന്നെ നോക്കൂ. What is your purpose in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഉദ്ദേശം എന്താണ്? What is your purpose? Have you finalized your purpose in your life? നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തെന്ന് നിങ്ങൾ ഉറച്ചിരിക്കുന്ന കാര്യം എന്താണ്? I have seen people eating like this, showing that that is the main purpose of their existence. ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടാൽ ഭക്ഷണം കഴിക്കാനാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് തോന്നും. Is that your purpose? അതാണോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം? Before I die, I want to eat 100 tons of rice.
ഞാൻ മരിക്കുന്നതിന് മുൻപ് 100 ടൺ അരി തിന്നണം. ചോറ് തിന്ന് തീർക്കും. Is that your purpose? അതാണ് ജീവിത ലക്ഷ്യം. Jesus said, I have come with a single purpose to seek and save the lost. യേശു പറഞ്ഞു, ഞാൻ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് ഞാൻ വന്നത്. How many of you can say, I am here with a purpose to love and serve God? എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമാണ്? You can study, you can become an engineer, you can become a medical doctor, you can become an astronaut, you can become anything in this life. But your main purpose should not be serving the government or serving an organization, but serving God. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, പഠിച്ച് എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, നിങ്ങൾക്ക് ജ്യോതിശാസ്ത്രജ്ഞന്മാരാകാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ഏതെങ്കിലും ഒരു കമ്പനിയെയോ ഒരു വ്യക്തിയെയോ സേവിക്കുക എന്നുള്ളതല്ല, ദൈവത്തെ സേവിക്കുക എന്നതായിരിക്കണം ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. Hello. So when you fix that purpose, you have clarity in life. നിങ്ങൾ ആ ജീവിത ലക്ഷ്യം നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യക്തത ഉണ്ടായിരിക്കും. And the question number 4, നാലാമത്തെ ചോദ്യം, what am I to do here? My function, my assignment. ഇവിടെ ഈ ഭൂമിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ദൗത്യം, കടമ എന്താണ്? Jesus said, യേശു പറഞ്ഞു, I am here to give my life to all sinners, all men. ഞാൻ സകലർക്കും വേണ്ടി എൻ്റെ ജീവനെ നൽകുവാൻ വന്നു. So what is your assignment in life? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദൗത്യം എന്തായിരിക്കും? I will tell you, to love and serve people representing the Heavenly Father. സ്വർഗീയ പിതാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ലോകത്തിലെ ജനത്തെ സ്നേഹിക്കുകയും സേവിക്കുകയുമാണ് നിങ്ങളുടെ ദൗത്യം. You will have a lot of other assignments. നിങ്ങൾക്ക് മറ്റു ഒത്തിരി കടമകളും കർത്തവ്യങ്ങളും ഉണ്ടായിരിക്കാം. In the years to come, you will get married. ചില വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കും. You will have different assignments in the family. നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി കടമകളും ചുമതലകളും But the നിങ്ങൾക്കുണ്ടാകും. main assignment should be to serve others in the love of God, representing Him. നമ്മുടെ സ്വർഗീയ പിതാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ മനുഷ്യരെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതുമാണ് What പ്രധാന is the last കർത്തവ്യം. question? എന്താണ് അവസാനത്തേത്? Where am I going from here? ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടാണ് പോകുന്നത്? Jesus said, I'm going back to my Father. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി പോകുന്നു. Hello. ഹലോ, What did Jesus say? എന്താ യേശു പറഞ്ഞേ? I'm going back to my Father. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി I പോകുന്നു. came from my Father ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് and വന്നു, I'm going back to my Father. ഞാൻ എൻ്റെ പിതാവിലേക്ക് തിരികെ പോകുന്നു. You see, usually people are confused. They don't know. From here after death, I don't know where am I going. ആൾക്കാർക്ക് അറിയില്ല ഇവിടെ നിന്ന് ജീവിത ശേഷം ഞാൻ എങ്ങോട്ട് പോകും. The devil and his angels will come and take my leg and will drag to സാത്താനും എൻ്റെ ദൂതന്മാർ വന്ന് കാലിൽ പിടിച്ച് വലിച്ചെന്നെ കൊണ്ടുപോകോ? No. If you are a child of God, അല്ലല്ല, നിങ്ങളൊരു ദൈവ പൈതലെങ്കിൽ you are not going to hell. നിങ്ങൾ നരകത്തിലേക്കല്ല പോകുന്നത്, You are going to the Father's house. നിങ്ങൾ പിതാവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. Hallelujah. Hallelujah. You are not going to the hell. നിങ്ങൾ നരകത്തിലേക്കല്ല, You are going to heaven. നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. Jesus had clear ideas about that. യേശുവിന് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. We are coming from Adam. നമ്മൾ And Adam is the son of God. നിങ്ങൾക്കറിയാമോ, നമ്മൾ ആദമിന്റെ തലമുറകളാണ്. ആദം ദൈവത്തിന്റെ മകനാണ്. So we are identified with the first man. നമ്മൾ ആദ്യത്തെ മനുഷ്യനുമായി താദാത്മ്യം പ്രാപിക്കുന്നു. But the Bible also says we are identified with the last Adam. അപ്പോൾ തന്നെ ഒടുക്കത്തെ ആദാമുമായിട്ട് നമ്മൾ ഐക്യത പ്രാപിക്കുന്നു. Who is the last Adam? ആരാണ്? We all know the first Adam, the first man. ആദ്യത്തെ മനുഷ്യനായ ആദം നമുക്ക് എല്ലാവർക്കും Who അറിയാം. is the last Adam? Who can tell me? ആരാണ് അവസാനത്തെ ആദം? Jesus. യേശു. Jesus is the last Adam. യേശുവാണ് അവസാനത്തെ ആദം. So we are identified with the first Adam നമ്മൾ ആദ്യത്തെ ആദാമുമായി താദാത്മ്യം പ്രാപിച്ചു in our body. നമ്മുടെ ശരീരത്തിൽ. But we are identified with Christ in the spirit. നമ്മൾ ക്രിസ്തുവിൽ ആത്മാവിന്റെ കാര്യത്തിൽ ക്രിസ്തുവുമായിട്ട് ഇതാ താദാത്മ്യം I'm പ്രാപിക്കുകയാണ്. going to give you one more Bible verse. ഒരു ബൈബിൾ വചനം കൂടി നൽകുന്നു. Write it down. ഇപ്പോൾ തന്നെ അത് This എഴുതുക. is the last one. ഇത് ലാസ്റ്റ് വചനമാണ്. 1 John chapter 4 verse 17. 1
1 യോഹന്നാൻ 4:17. And it says, in this world we are like Jesus. ഈ ലോകത്തിൽ നമ്മൾ യേശുവിനെ പോലെയാണ്. In this world we are like Jesus. ഈ ലോകത്തിൽ നമ്മൾ യേശുവിനെ പോലെയാണ്. That means in my body I am identified with the first Adam. എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ ഒന്നാമത്തെ ആദാമിനെ പോലെ ആയിരിക്കുന്നു. But in my spirit I am like Jesus. എന്നാൽ എൻ്റെ ആത്മാവിൽ ഞാൻ യേശുവിനെ പോലെയാണ്. So what is my true identity? എന്താണ് എൻ്റെ ശരിക്കുമുള്ള വ്യക്തിത്വം? I am a child of God. ഞാനൊരു ദൈവ പൈതലാണ്. And I identify myself with Jesus. ഞാൻ യേശുവുമായിട്ട് ഞാൻ എന്നെ തന്നെ താതാത്മ്യം പ്രാപിക്കുന്നു. So if you call me nicknames, എന്നെ ഇരട്ടപ്പേര് വിളിച്ചാൽ, if you call me some other names, വേറെ പേരുകൾ വിളിച്ചാൽ, that doesn't matter. അതെനിക്കൊരു പ്രശ്നമല്ല. I am the child of the most high God. ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ്. That is my identity. അതാണ് എൻ്റെ വ്യക്തിത്വം. Hello. That is my identity. അതാണ് എൻ്റെ വ്യക്തിത്വം. See, if you know this, ഇത് നിങ്ങൾ അറിഞ്ഞാൽ no devil can deceive you. ഒരു പിശാചിനെ No വഞ്ചിക്കാൻ man can deceive കഴിയില്ല. you. ഒരു മനുഷ്യനെ വഞ്ചിക്കാൻ When you know കഴിയില്ല. who you are, നിങ്ങൾ ആരാണ് തിരിച്ചറിയുമ്പോൾ you can square your shoulders and walk boldly. നിങ്ങൾക്ക് നെഞ്ചു വിരിച്ചുകൊണ്ട് ധൈര്യത്തോടെ നടക്കാൻ കഴിയും. Can you shout hallelujah? ഒരു ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. നവംബർ 10 ചൊവ്വാഴ്ച SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഒക്ടോബർ 30 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, പുളിമൂട്, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അമരവിള ഒക്ടോബർ 31 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദേവിക ഓഡിറ്റോറിയം, അമരവിള ചെക്ക് പോസ്റ്റിന് സമീപം, അമരവിള. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, രോഗികളായിട്ടുള്ള പലരുമുണ്ട്. രോഗികളായിട്ടുള്ളവർ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുവാനായി തുടങ്ങിയാലും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കർത്താവെ യേശുവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ളവർ സൗഖ്യമാകട്ടെ. ശക്തമായ വയറുവേദനയുള്ള, വയറിൻ്റെ അടിഭാഗത്ത് വേദനയുള്ള വ്യക്തി ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. നിങ്ങൾ വല്ലാതെ പുളയുകയാണ് വേദന കൊണ്ട്. പക്ഷേ ഈ സമയത്ത് ആ വ്യക്തി ഇതാ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്ന ചില വ്യക്തികൾ, ഈ സമയത്ത് അങ്ങനെയുള്ള വ്യക്തികൾ സൗഖ്യമാവുകയാണ്. ഫുഡ് അലർജി ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അത് സൗഖ്യം ആവുകയാണ്. ഹല്ലേലൂയ. അതുപോലെ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് നിമിത്തമായിട്ട് നിങ്ങളുടെ അസ്ഥിക്ക് സാരമായ തകരാറ് സംഭവിച്ചിട്ട് ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവരുടെ സഹായമില്ലാതെ നടക്കാൻ സാധിക്കാത്ത അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകുകയാണ്. നിങ്ങളുടെ തൊട്ടരികിൽ ഇതാ യേശു കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ടത് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ഇപ്പോൾ നടക്കുവാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നടക്കുക. നിങ്ങൾക്ക് യാതൊന്നുമില്ലാതെ, ഊന്നുവടിയുടെ സഹായമില്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ കർത്താവ് ഇപ്പോൾ തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിൻ്റെ കാഴ്ചശക്തി ശരിയായ വിധത്തിൽ കാണുവാൻ സാധിക്കാത്ത ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. നിങ്ങൾ കണ്ണിൻ്റെ ചില ഓപ്പറേഷനുകളൊക്കെ ഒരുപക്ഷെ നടത്തി കാണും. എന്നിട്ടും സൗഖ്യമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നതായി കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ അസ്ഥികൾക്ക് തേയ്മാനമുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. സ്പോണ്ടിലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. വൃക്കകൾക്കകത്ത് കല്ലുള്ള
കിഡ്നി സ്റ്റോൺസ് അതിപ്പോൾ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകുന്നു. ആ വേദനകൾ പൂർണ്ണമായിട്ടും മാറിപ്പോകട്ടെ കർത്താവ്. മൈഗ്രെയിൻ, കൊടിഞ്ഞിയുടെ അസുഖം ഈ സമയത്ത് ഇപ്പോൾ തന്നെ സൗഖ്യം ആവുകയാണ്. അപ്പോൾ തന്നെ ചില സാമ്പത്തികമായ ചില ഫയലുകൾ, അതിനു വേണ്ടിയിട്ട് ചില ഫയലുകൾ നിങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നാൽ ആ ഫയലുകൾ മുന്നോട്ട് വെച്ചെങ്കിലും അത് തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള ചില ഫയലുകൾ, നിങ്ങൾ വല്ലാതെ ആ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കും. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള ഫയലുകൾ തന്നെ, ആ പേപ്പേഴ്സ് തന്നെ വീണ്ടും ചില സ്ഥാപനങ്ങളിൽ അത് സ്വീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ധൈര്യസമേതം വീണ്ടും ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യുക. അതിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണാൻ പോകുക. യേശുവിൻ്റെ മഹത്വം നിങ്ങൾ കാണുവാനായിട്ട് പോകുകയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലൂടെ പോകുന്ന ചിലരുണ്ട് കർത്താവെ. അവർക്കൊരു സമാധാനമായി അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കൈകൾ അങ്ങ് വെളിപ്പെടുത്തി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹൃദയ സമാധാനം വേണ്ട ചിലരുണ്ട് കർത്താവെ. ദൈവികമായ സമാധാനം അവരുടെ ഹൃദയത്തിനകത്ത് ഈ സമയത്ത് വന്ന് വാണ് അരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അങ്ങ് അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശത്തിൻ്റെ, ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ ഭാഗവും നമുക്ക് DVD ഫോർമാറ്റിൽ നമുക്ക് ലഭ്യമാണ്. ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് അത് കരസ്ഥമാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഈ വെള്ളിയാഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. മാവേലിക്കരയാണ്. ശനിയാഴ്ച അമരവിളയിലാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയോടെ കടന്നു വരിക. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.